everyone, welcome back to my YouTube channel English for you by Sneha. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 8th എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ 7 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ പഠിച്ചു പോണ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാണ്ട് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും നോട്ട്ബുക്കിൽ എന്തെങ്കിലും ചെറുതായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി എന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ സെൻറ്റൻസുകൾ പറയുമ്പോൾ കുറേ പേരുകൾ വെച്ചിട്ടല്ലേ പറയണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം വെച്ച് ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾസ് പറയണമെങ്കിൽ നിങ്ങളുടെ നെയിം ഒന്ന് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങളുടെ നെയിംസ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് എക്സാമ്പിൾസ് നിങ്ങളുടെ നെയിം വെച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനാണ് പഠിച്ചത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു ഉത്തരം കിട്ടണതിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അതേന്ന് നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ അല്ല എന്ന ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റാണി ഭക്ഷണം പാചകം ചെയ്യുന്നത് നമ്മൾ അന്ന് എങ്ങനെയാണ് പറഞ്ഞത്, റാണി കുക്സ് ഫുഡ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കിയത്, റാണി ഭക്ഷണം പാചകം ചെയ്യുമോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്, ഡസ് റാണി കുക്ക് ഫുഡ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഡസ് വന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ റാണീനെ കുറിച്ച് ഒരാളെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ഡസ് വെച്ചു. പിന്നെ കുക്കിനെ കുക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം വേർബ് ഓൾറെഡി ഡസ്സിന് ഒരു എസ് ഉണ്ട്. അപ്പോൾ വേർബിന് എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ എനിക്ക് പറയണം രാജു ചെറുതാണ് എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ, രാജു ഇസ് ഷോർട്ട്. ഷോർട്ട് എന്ന് വെച്ചാൽ ചെറുത്. ഇനി എനിക്ക് ഇവിടെ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് ചോദിക്കേണ്ടത് ആരാണ് ചെറുതെന്നാ. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ചോദിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഡസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആര് എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, നമുക്ക് ചോദിക്കാം ഹൂ ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ രാജു ഇസ് ഷോർട്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ രാജുവിനെ മാറ്റുക, എന്നിട്ട് ഹൂ ആഡ് ചെയ്യുക. അതായത് ആര് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാം ഹൂ ഇസ് ഷോർട്ട്. അതായത് ആ രാജുവിനെ മാറ്റി നമ്മൾ ഹൂ ആഡ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചോദിക്കാൻ പറ്റുക, ഹൂ ഇസ് ഷോർട്ട് എന്ന് പറയാം. ഇനി എനിക്ക് പറയണം റാണി പച്ചക്കറികൾ അരിയാണെന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാ, റാണി ഇസ് ചോപ്പിംഗ് വെജിറ്റബിൾസ്. ചോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അരിയാണ്. എന്ത്, വെജിറ്റബിൾസ് അരിയാണ്. അപ്പൊ റാണി ഈസ് ചോപ്പിംഗ് വെജിറ്റബിൾസ്. എനിക്ക് ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ആരാണ് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യണേന്ന്. അതായത് ആരാണ് വെജിറ്റബിൾസ് പച്ചക്കറികൾ അരിയുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാണി എന്നുള്ള പേര് മാറ്റാം, അതിന്റെ പകരം നമ്മൾ ഹൂ, അതായത് ആര് എന്നുള്ള ആ വേർഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം, ഹൂ ഇസ് ചോപ്പിംഗ് വെജിറ്റബിൾസ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതേ സെന്റൻസ് എനിക്ക് ചോദിക്കണം, റാണി എന്താണ് അരിയുന്നതെന്ന് ചോദിക്കണം. അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. അതായത് ആരാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യണേന്ന് ചോദിക്കാം, റാണി എന്താണ് കട്ട് ചെയ്യണേന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്താണ് കട്ട് ചെയ്യണേന്ന് നമ്മൾ എങ്ങനെ പറയാ, എന്ത് എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്, വാട്ട് എന്ന് നമ്മൾ മുമ്പേ പഠിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റാ, വാട്ട് റാണി ഇസ് ചോപ്പിംഗ്. വാട്ട് റാണി ഇസ് ചോപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, എന്താണ് റാണി അരിയുന്നത്, ആൻസർ എന്താണ്, വെജിറ്റബിൾസ്. ഇനി വേറൊരു എക്സാമ്പിൾ എനിക്ക് പറയണം, പിങ്കി പുസ്തകങ്ങൾ വായിക്കും എന്ന് പറയണം. നമ്മൾ എങ്ങനെയത് ഇംഗ്ലീഷിലാക്കാം, പിങ്കി റീഡ്സ് ബുക്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം, നമുക്ക് ചോദിക്കാൻ പറ്റും പിങ്കി പുസ്തകങ്ങൾ വായിക്കുമോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വായിക്കും അല്ലെങ്കിൽ വായിക്കില്ല എന്നൊരു ആൻസർ കിട്ടും. അതുകൊണ്ടാണ് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കിയത്, ഡസ് പിങ്കി റീഡ് ബുക്ക് എന്ന് ചോദിച്ചു. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അവിടെ വേർബിന് എസ് വേണ്ട, ഡസ്സിന് ഓൾറെഡി എസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. ഇവിടെ എനിക്ക് ഇനി ചോദിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിങ്കി വായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്, ബുക്സ് എന്നാണ് ആൻസർ കിട്ടുന്നത്. പിങ്കി വായിക്കുന്നത് പുസ്തകങ്ങളെന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ അതെങ്ങനെ നമ്മൾ ചോദിക്കുക. അപ്പൊ എന്താണ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ വാട്ട് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഡസ് പിങ്കി റീഡ്, അതായത് നമ്മൾ ഡസ് പിങ്കി റീഡ് ബുക്സ് എന്നുള്ളത് തന്നെ
ഒരു മാറ്റം വരുത്തണ്ട, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഡസ് പിങ്കി റീഡ് അവിടെ വരെ മതി, ബുക്സിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ആൻസർ ആണ് ബുക്സ് എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഡസ് പിങ്കി റീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് ഫോം ചെയ്യാം. എനിക്ക് ചോദിക്കേണ്ടത് ആരാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചോദിക്കുക? അപ്പൊ ആരാണ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ നമ്മൾ പഠിച്ചത്? ഹൂ എന്നാണ് പഠിച്ചത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഹൂവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ഡസിന്റെയും വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. അപ്പോൾ ഹൂ എഴുതുക, പിന്നെ വേർബ് എഴുതുക, പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് എന്താണ് അവർ ചെയ്യണത് ആ ഒബ്ജക്റ്റിനെ കുറിച്ച് എഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെയാ ചോദിക്കുക? അപ്പൊ അതിന്റെ ഇടയിൽ ഡസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതൊരു പ്രത്യേകതയുള്ള വേർഡാണ് ഹൂ. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഹൂ റീഡ്സ് ബുക്സ് എന്ന് ചോദിക്കുക. അപ്പൊ ആരാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും പിങ്കി എന്ന ആൻസർ കിട്ടും. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പൊ എനിക്ക് പറയണം രാജു ഫുട്ബോൾ കളിക്കും എന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാ? രാജു പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞു. ഇനി ഈ സെന്റൻസ് എങ്ങനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം? നമുക്ക് ചോദിക്കാം രാജു ഫുട്ബോൾ കളിക്കുമോ എന്ന് ചോദിക്കാം. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? ഡസ് രാജു പ്ലേ ഫുട്ബോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇനി ഇതേ സെന്റൻസ് എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം. എന്താണ് രാജു കളിക്കുന്നത് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ നമ്മൾ ചോദിക്കുക? അപ്പോൾ വാട്ട് ഡസ് രാജു പ്ലേ? ഞാൻ പറഞ്ഞു നേരത്തെ ഡസ് രാജു പ്ലേ ഒക്കെ സെയിം അതന്നെ എഴുതേണ്ടത്. നമ്മൾ ഫുട്ബോളിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് ആൻസർ ആണ്. അപ്പോൾ നമ്മളെങ്ങനെ ചോദിച്ചത്? വാട്ട് ഡസ് രാജു പ്ലേ എന്ന്. ഇനി നമുക്ക് ചോദിക്കണം ആരാണ് കളിക്കണത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കുക? ഹൂ പ്ലേസ് ഫുട്ബോൾ? ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്? ആൻസർ എന്താണ്? രാജു. മനസ്സിലായില്ലേ? ഇനി എനിക്ക് പറയണം ശ്രുതി താമസിക്കുന്നത് അവിടെയാന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാ? ശ്രുതി ലീവ്സ് ദേർ എന്ന് പറയണം. ഇവിടെ ദേർ യൂസ് ചെയ്ത് എന്തുകൊണ്ട്? അവിടെയാന്ന് പറയണോണ്ടാണ് ദേർ യൂസ് ചെയ്തത്. ഇനി ഇതെങ്ങനെ എനിക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റും? ശ്രുതി അവിടെയാണോ താമസിക്കുന്നത് നമുക്ക് ആക്കണം, അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡസ് ശ്രുതി ലീവ് ദേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇനി ഇവിടെ എനിക്ക് ചോദിക്കേണ്ടത് എവിടെയാണ് ശ്രുതി താമസിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ എവിടെയാണ് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പഠിച്ചത്? വേർ എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റുക? വേർ ഡസ് ശ്രുതി ലീവ്? അതായത് ഡസ് ശ്രുതി ലീവ് ദേർ എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഡസ് ശ്രുതി ലീവ് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു വേർ എന്ന് ഇട്ടാൽ മതി. അപ്പൊ എങ്ങനെ? വേർ ഡസ് ശ്രുതി ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ദേർ, അവിടെയാണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ആരാണ് അവിടെ താമസിക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് ചോദിക്കാം? ഹൂ ലീവ്സ് ദേർ? അവിടെയാണ് ആരാണ് അവിടെ താമസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പറയാ ഹൂ ലീവ്സ് ദേർ എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോംവർക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് അതിന്റെ ആൻസേഴ്സ് കോമന്റ് സെക്ഷനിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ചെയ്യണ്ടോ, എനിക്ക് ക്ലാസ് മനസ്സിലാവുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് പറയണം റാണി കാപ്പി ഉണ്ടാക്കും എന്ന് പറയണം. അപ്പൊ ഞാൻ എങ്ങനെ പറയാം? റാണി മേക്സ് കോഫി. അപ്പൊ നമ്മുടെ സെന്റൻസ് റാണി മേക്സ് കോഫി എന്നാ. അപ്പൊ ഇത് നിങ്ങൾ കോമന്റ് സെക്ഷനിൽ ഇനി എനിക്ക് എന്താ എഴുതണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണി കോഫി ഉണ്ടാക്കുമോ എന്ന് ചോദിക്കണം. അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കണം. പിന്നെ റാണി എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് എഴുതണം. അതുപോലെ തന്നെ ആരാണ് കോഫി ഉണ്ടാക്കുന്നതെന്നും എഴുതണം. അപ്പൊ ഇതിന്റെ 3 ആൻസേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് നന്നായി മനസ്സിലാവേണ്ടതെന്നാണ് അർത്ഥം. എങ്ങാനും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ പേടിക്കേണ്ട, ടെൻഷനോ വിഷമോ ഒന്നും വേണ്ട. ജസ്റ്റ് ക്ലാസ് ഒക്കെ ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിസ്റ്റേക്ക് എവിടെയാ വന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്നും കൂടി കേട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. Thank you for watching.